കോതമംഗലം നഗരസഭ വാർഷിക പദ്ധതി 2025 വികസന സെമിനാർ നടത്തി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെയർമാൻ കെ ടോമി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ കെ ടോമി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഈ വന്ന കൗൺസില് അധികാരത്തിൽ വരുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഏതാണ്ട് 1.5 വർഷക്കാലം കോവിഡ് മഹാമാരി നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ കടന്നു വരികയും ആ കോവിഡ് മഹാമാരിയിൽ ആ മഹാമാരിയിൽ ജനങ്ങൾക്ക് പരമാവധി നഗരസഭയ്ക്ക് പുറത്തെന്ന് പറയുന്നത് നമ്മൾ താലൂക്ക് ആശുപത്രിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അന്ന് വന്നു പോയിരുന്നത്. അവിടുത്തെ അടക്കം ഈ നഗരസഭയിലെ ഏറ്റവും കൂടുതൽ ഫണ്ട് 2 വർഷക്കാലം നമ്മൾ ചെലവഴിച്ചത് കോവിഡ് മഹാമാരിക്കാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ നൌഷാദ് പദ്ധതി അവതരണം നടത്തി. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CPS ബാലൻ പദ്ധതിയുടെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ആസൂത്രണ സമിതി വർക്കിംഗ് ഗ്രൂപ്പുകൾ, വാർഡ് സഭകൾ എന്നിവയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കരട് പദ്ധതി നിർദ്ദേശങ്ങളും പുതിയ നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി വികസന സെമിനാർ അംഗീകരിച്ചു. ഉൽപാദന മേഖലയിൽ 93,09,000 രൂപയും സേവന മേഖലയിൽ 6,21,85,520 രൂപയും SC 1,14,51,500 രൂപയും പശ്ചാത്തല മേഖലയിൽ 27,57,57,698 രൂപയും ആകെ 35,87,03,718 രൂപയുമാണ് വിവിധ പദ്ധതികൾക്കായി വകയിരുത്തുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ, കൌൺസിലർമാരായ AG ജോർജ്, അഡ്വക്കേറ്റ് സിജു എബ്രഹാം, ഷമീർ പനക്കൽ, PR ഉണ്ണികൃഷ്ണൻ, ഭാനുമതി രാജു, സിജോ വർഗീസ്, എൽദോസ് പോൾ, റോസ്ലി ഷിബു, നോബ് മാത്യു, ലിസി പോൾ, ഏലിയാമ്മ ജോർജ്, ബബിത മത്തായി, സൈനുമോൾ രാജേഷ്, വിദ്യാപ്രസന്നൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.